ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് യോന പ്രവാചകനും ഏലിയ പ്രവാചകനും രണ്ടുപേരും രണ്ട് സന്ദർഭങ്ങളിൽ നിരാശയോടുകൂടി പറഞ്ഞ ഒരു വാക്യമാണ്. യോന പ്രവാചകൻ പറഞ്ഞു, ആകയാൽ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്. യോന പ്രവാചകൻ വീണ്ടും പറഞ്ഞു, യോന പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിലാണ് നാം ഇത് കണ്ടത്. ആകയാൽ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ യോനയുടെ തലയിൽ വെയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാം എന്ന് ഇച്ഛിച്ചു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ഇതുപോലുള്ളൊരു വാക്യമാണ് ഏലിയ പ്രവാചകൻ പറഞ്ഞത്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഏലിയ പ്രവാചകൻ പറഞ്ഞതായ ആ നിരാശയുടെ വാക്കിനെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കാം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യം, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ മതി, യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. നിരാശയോടുകൂടിയാണ് ഏലിയ പ്രവാചകൻ ഈ വാക്ക് പറയുന്നത്. യോന പ്രവാചകൻ ഈ വാക്ക് പറഞ്ഞത് നിരാശയോടുകൂടിയാണ്. ഏലിയാവ് ഈ വാക്ക് പറയുന്നത് നിരാശയോടുകൂടിയാണ്. നല്ല പ്രത്യാശയോടെ, നല്ല പ്രസന്നതയോടെ, നല്ല ദൈവാശ്രയത്തോടെ, ആത്മാവിൻ്റെ കരുത്തോടെ ദൈവ വേലയുടെ മുഖത്ത് നിന്ന് ശ്രേഷ്ഠനായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ. എന്നാൽ ഒരു സമയത്ത് പ്രവാചകൻ ക്ഷീണിതനായി. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. സമസ്വഭാവമുള്ള മനുഷ്യൻ. നാം എല്ലാം ചില സമയങ്ങളിൽ നല്ല ഊർജ്ജസ്വലതയുള്ളവരായിരിക്കും, ചില സമയങ്ങളിൽ നല്ല കരുത്തുള്ളവരായിരിക്കും, ചില സമയങ്ങളിൽ നല്ല പ്രത്യാശയുള്ളവരായിരിക്കും. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സ് നിരാശ കൊണ്ടുവരും. എന്തുകൊണ്ടോ ചില കാരണങ്ങളാൽ, എന്തോ ചില വിഷയങ്ങളിൽ നമ്മുടെ മനസ്സ് വ്യാകുലം പൂണ്ട്, ഹൃദയം നിരാശ പൂണ്ട്, ഉള്ളം തളർന്ന് പോകാവുന്നതാണ്. പക്ഷേ നാം ഭയപ്പെടരുത്. നിരാശയുടേതായ ഒരു നേരിയ അനുരണനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ നാം ഉടനെ ക്രൂസിലേക്ക് നോക്കണം, ക്രൂസിലെ രക്ഷകനെ കാണണം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. എബ്രായ ലേഖനം 12-ാം അധ്യായം ആദ്യ ഭാഗത്ത് നിന്ന് വായിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ നോക്കുക. അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് വലഞ്ഞ ജനം മരുഭൂമിയിൽ നോക്കുവാൻ ദൈവം കരുണ ചെയ്ത് മോശയോട് കൽപ്പിച്ച് മോശ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി. കൊടിമരത്തിന്മേൽ നാട്ടി നിർത്തിയിരിക്കുന്ന ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്നവനെല്ലാം രക്ഷപ്പെടും. അഗ്നിസർപ്പം എങ്ങനെയുള്ളതായിരുന്നു, എത്ര വലിപ്പമുള്ളതായിരുന്നു, അതിൻ്റെ നിറമെന്തായിരുന്നു, അത് കടിച്ച കോൾവായ എങ്ങനെയുള്ളതാണ്, എത്ര പല്ലേറ്റിട്ടുണ്ട്, അയ്യോ വിഷം കയറുന്നല്ലോ എന്നെല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ വിഷത്തിൻ്റെ ബാധ മാറുകയില്ല, വിഷത്തിൻ്റെ ദോഷം നീങ്ങുകയില്ല. എന്നാൽ പാമ്പ് എങ്ങനെയുള്ളതുമാകട്ടെ, ദൈവത്തിനൊരു വചനമുണ്ട്. അങ്ങ് പാളയത്തിൻ്റെ ഒത്ത നടുവിൽ കൊടിമരത്തിന്മേൽ നാട്ടിയിരിക്കുന്ന ആ താമ്രസർപ്പത്തിലേക്ക് നോക്കുക. നോക്കുന്നവൻ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ
നിരാശാകരമായ സാഹചര്യങ്ങൾ നമുക്ക് വരാവുന്നതാണ്. നമ്മുടെ ഉള്ളം തളർന്നു പോകുന്ന സന്ദർഭങ്ങൾ നമുക്ക് വരാവുന്നതാണ്. ചിലപ്പോൾ നാം വാടുകയും തളരുകയും ചെയ്യാവുന്നതാണ്. നാം ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്. നാം ബലഹീനരായ മനുഷ്യരാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടി എന്നവൻ ഓർക്കുന്നു. നാം പൊടി എന്ന് ദൈവം ഓർക്കുന്നു. അവൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. കൃപാസനത്തിൻ്റെ അരികിലേക്ക് നാം ധൈര്യത്തോടെ ചെല്ലുക. നാം ഭയന്ന് മാറരുത്. നാം പേടിച്ച് നിൽക്കരുത്. ഏലിയാ പ്രവാചകൻ പേടിച്ചു പോയി. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. അവൻ ഭയപ്പെട്ടു. ഭയമില്ലാത്തവനാണ് ഏലിയാവ്. ഭയം തൊടാത്തവനാണ് ഏലിയാവ്. പക്ഷേ ഇപ്പോൾ ഭയപ്പെട്ടു പോയി. കഴിഞ്ഞ പ്രാവശ്യം നാം അതിനെക്കുറിച്ച് ചിലതെല്ലാം ചിന്തിച്ചു. ഏലിയാ പ്രവാചകൻ ഭയപ്പെട്ടു പോയി. വളരെ ഭയാനകമായ രീതിയിലുള്ളതായ ആക്രമണങ്ങൾ ഏലിയാവിൻ്റെ നേരെ വന്ന സമയങ്ങളിലൊന്നും ഏലിയാവ് തെല്ലും കൂട്ടാക്കാതെ അല്പം പോലും ചഞ്ചലപ്പെട്ടു പോകാതെ ധൈര്യശാലിയായി നിന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇസബേലിൻ്റെ ആ ഒരു ഭീഷണി കേട്ടപ്പോൾ ഏലിയാവ് തളർന്നുപോയി. ഇസബേലിൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ അത് പൈശാചികൻ്റെ ഭീഷണിയാണ്. സാത്താൻ ചിലപ്പോൾ ഭീഷണികൾ മുഴക്കും. പിശാചിൻ്റെ ഏജന്റന്മാരായ മനുഷ്യരിൽ കൂടി പിശാച് ഭീഷണികൾ മുഴക്കും. നമ്മെ തളർത്തുകയും നമ്മെ വാട്ടുകയും നമ്മെ വരട്ടുകയും ചെയ്യുന്ന രീതിയിൽ പിശാച് ചിലപ്പോൾ ചില മനുഷ്യരിൽ കൂടി നമ്മോട് സംസാരിച്ചെന്ന് വരും. പക്ഷേ നാം തളരേണ്ട ആവശ്യമില്ല. ഏലിയാവ് ആ സമയത്ത് അതുവരെ നടത്തിയ ദൈവത്തിൻ്റെ കരുണകളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ മതിയായിരുന്നു. ഈ കാലം അത്രയും എന്നെ നടത്തിയ ദൈവം എൻ്റെ നാവിൽ കൂടി ആഹാബിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആഹാബ് രാജാവിനോട് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല എന്ന് പറയുവാൻ ധൈര്യം ലഭിച്ച പ്രവാചകനാണ് ഏലിയാവ്. എന്നാൽ ഈ ഏലിയാ പ്രവാചകൻ ഇപ്പോൾ ധൈര്യമെല്ലാം ചോർന്നു പോയതിനായി നിൽക്കുകയാണ്. ഏലിയാവ് പറഞ്ഞു ഞാൻ പറഞ്ഞേ മഴ പെയ്യുകയുള്ളൂ എന്ന്. പക്ഷേ അതിൻ്റെ കെടുതി ഏലിയാവിന് നേരിടേണ്ടി വന്നു. ഏലിയാവ് പറഞ്ഞ വാക്കിൻ്റെ കെടുതി ഏലിയാവിനും വന്നു. കാരണം തോട് വറ്റിപ്പോയി. ഏലിയാവിന് വെള്ളം കുടിക്കണ്ടേ? വെള്ളം കുടിക്കാൻ മാർഗമില്ലാതായി. മഴ ദേശത്തില്ലാതായി. ഏലിയാവ് പറഞ്ഞ ആ ഒരു വാക്ക്, ഏലിയാവ് മഴ പെയ്യരുത് എന്ന് ദൈവത്തോട് അപേക്ഷിച്ചതായ അപേക്ഷയുടെ ഫലമായി ഉണ്ടായ ആ മഴയില്ലാത്ത കാലം, അതിൻ്റെ കെടുതി ഏലിയാവും വഹിക്കുകയാണ്. പക്ഷേ ഏലിയാവ് ഭയപ്പെട്ടില്ല. എന്നോട് ഈ വാക്ക് പറയുവാൻ കൽപ്പിച്ച ദൈവം എന്നെ പോറ്റുവാനും പുലർത്തുവാനും ശക്തൻ എന്നുള്ള ഉറപ്പ് ഏലിയാവിനുണ്ടായിരുന്നു. ധൈര്യശാലിയായിരുന്നു. ഏലിയാവ് ആഹാരം എവിടെ കിട്ടുമെന്നോർത്ത് വലയേണ്ട മനുഷ്യനാണ്. പക്ഷേ വലഞ്ഞില്ല, ധൈര്യമുണ്ട്. എന്നോട് കരീയത്തിൻ്റെ പക്കൽ ഒളിച്ചിരിക്കാൻ പറഞ്ഞ ദൈവം എനിക്ക് വേണ്ടി ആഹാരം കരുതുമെന്ന് ഏലിയാവിന് ഉറപ്പുണ്ടായിരുന്നു. ധൈര്യശാലിയായിരുന്നു. കാക്ക അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുത്തു. സരപ്തിയിലേക്ക് പോകാൻ പറഞ്ഞു. സരപ്തിയിൽ ആ വിധവ എന്നെ എങ്ങനെ പോറ്റും എന്ന് ചിന്തിക്കുവാൻ ഏലിയാവിന് തോന്നിയില്ല. ദൈവം അയച്ചത് കൊണ്ടാണ് പോകുന്നത് എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏലിയാവ് തളർന്നു. ഈസബേലിൻ്റെ ഭീഷണിയുടെ വാക്കുകൾക്ക് മുന്നിൽ ദൈവപുരുഷൻ അവശനായിപ്പോയി. അവൻ ഭയപ്പെട്ടു. എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശെബയിൽ പോയി യഹൂദ്യ നാട്ടിലേക്ക് ഓടുകയാണ്. ഇസ്രായേൽ ദേശത്ത് നിന്ന് യഹൂദ്യ നാട്ടിലേക്ക് ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യഹൂദ്യ ദേശത്തിന് പ്രത്യേകതയുണ്ട്. അത് ഏലിയാവ് ചിന്തിക്കുന്നില്ല. ഭയം വന്നപ്പോൾ ഏതാണ്ട് ബുദ്ധിയുടെ സമനില തെറ്റിപ്പോയതുപോലായി. യഹൂദ്യ നാടിന് അന്ന് വാഴുന്നത് ആഹാബിൻ്റെ മകളാണ്. ആഹാബിൻ്റെ മകളുടെ ഭർത്താവായ യഹോരാമാണ് അവിടെ വാഴുന്നത്. അവിടെ ചെന്നാലും രക്ഷയില്ല. പക്ഷേ അവിടെ പോയി ജീവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധി അവനെ വികല വഴികളിലൂടെ നയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനെയെല്ലാമുള്ള അബദ്ധങ്ങൾ പറ്റാം. ഭയം വരുമ്പോൾ, ചാഞ്ചല്യം വരുമ്പോൾ, ആശങ്കകൾ വരുമ്പോൾ, മറ്റുള്ളവരിൽ നിന്നുള്ളതായ എതിർപ്പുകൾ ഓർത്തുള്ളതായ ചാഞ്ചല്യം വരുമ്പോൾ, ചിലപ്പോഴെല്ലാം നാം സമനില തെറ്റിയവരെ പോലെ അബദ്ധങ്ങളിൽ കുടുങ്ങാറുണ്ട്. തെറ്റായ
വഴികളിലൂടെ സഞ്ചരിക്കാറുണ്ട്. എന്താണ് സംഭവിച്ചത്? ഏലിയാവ് യഹൂദിയിലേക്ക് ഓടുകയാണ്. ബെർശേബ മരുഭൂമിയിൽ കൂടി ഓടുകയാണ്. ഏലിയാവ് ഏതാണ്ട് 800 മൈൽ സഞ്ചരിച്ചുവെന്നാണ് വേദപുസ്തകം വായിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. 800 മൈൽ. എന്തൊരു യാത്രയാണത്! നടന്ന് 800 മൈൽ നടക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ എത്ര ദിവസം കൊണ്ടായിരിക്കും നടന്നത്? കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഏലിയാവ് കൂടെയുള്ള ബാല്യക്കാരനോട് പറഞ്ഞു, നീ ഇനി പോരണ്ട, നീ നിൽക്ക്. ഒരുപക്ഷേ ഏലിയാവ് കണ്ടു കാണും അവൻ തളരുന്നത്. ഈ മരുഭൂമിയിലെ മണലാരണ്യത്തിൽ കൂടി ചവിട്ടി ചുട്ടുപഴുത്ത മണലിൽ കൂടി ചവിട്ടി പോകുമ്പോൾ ശരീരം തളരുന്നത് ഏലിയാവ് കണ്ടു കാണും. മോനെ, നീ ഇനി പോരണ്ട, നീ ഇവിടെ നിൽക്ക്. ബാല്യക്കാരനോട് നിന്നു. ഏലിയാവ് പിന്നെയും മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കുറേ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഏലിയാവ് തളർന്നു. നാം വായിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് വായിക്കാം. 19-ാം അധ്യായം 4-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഏലിയാവ് ഇരിക്കുകയാണ്. ചൂരച്ചെടിയുടെ തണലിൽ. വലിയ തണലൊന്നുമില്ല, മണലാരണ്യമല്ലേ. അപ്പോൾ ഒന്ന് മയങ്ങണമെന്ന് തോന്നി. ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണമല്ലോ. ബെഡ് ടൈം പ്രയർ. ഉറങ്ങാൻ നേരത്തെ പ്രാർത്ഥന. എന്താ ഉറങ്ങാൻ നേരത്തെ പ്രാർത്ഥന? നമുക്ക് ആ പ്രാർത്ഥന ഒന്നുകൂടി കേൾക്കാം. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തുതി. സഹോദരങ്ങളെ, ബെഡ് ടൈം പ്രയർ നിരാശയുടെ പ്രാർത്ഥനയാണ്. സ്നേഹിതരെ, നിങ്ങളോട് ചോദിക്കട്ടെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിരാശയോടെ, ആകുലതയോടെ, അങ്കലാപ്പോടെ, ഭീതിയോടെ, ഭയപ്പാടോടെ, നാളെ പ്രഭാതം ഞാൻ കാണുമോ എന്നുള്ള വലിയ ഭീതിയോടെ കിടന്നുറങ്ങുന്നവരില്ലേ? എങ്ങനെ ഇന്നത്തെ ഈ രാത്രി കഴിക്കേണ്ടു എന്നോർത്ത് അഴലാർന്ന് ഉറങ്ങാൻ കിടക്കുന്നവരില്ലേ? ഞാനങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്നോർക്കുന്നവരില്ലേ? ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, സാറേ, എനിക്ക് മരിക്കണമെന്നൊരു ചിന്ത വരികയാണ്. മരിക്കണമെന്ന് ചിന്ത വരികയാണ്. ഞാൻ പറഞ്ഞു, എന്താ അങ്ങനെ ചിന്ത വരുന്നത്? സാറേ, എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞേ, നീ മരിക്കേണ്ട, നീ ജീവിക്കണം. നിനക്ക് ജീവിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. നിനക്ക് ഇനിയും ജീവിച്ചിരിക്കാൻ ഇനിയും സാധ്യതകളുണ്ട്, പ്രതീക്ഷകളുണ്ട്. നീ ഭയപ്പെടേണ്ട, നീ ആകുലപ്പെടേണ്ട. അവൻ ചില വേദനാ വിഷയങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മോനെ, നീ വിഷമിക്കേണ്ട, നീ പ്രയാസപ്പെടേണ്ട, നീ ജീവിതം അവസാനിപ്പിക്കേണ്ട. ഇനിയും നിനക്ക് നല്ല കാലങ്ങൾ കിട്ടും, ഇനിയും നിനക്ക് ശുഭകാലങ്ങൾ കിട്ടും, ഇനിയും നിനക്ക് നല്ല കാലങ്ങൾ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊന്ന് വായിക്കാമോ? മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്നവരുണ്ട്. ഇപ്പോൾ മതി, ദൈവമേ മതി, എനിക്കങ്ങ് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെ കേൾക്കൂ ഈ വാക്യം. യിരെമ്യാ 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ നിരൂപണങ്ങളുണ്ട്, എനിക്ക് പ്രതീക്ഷകളുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്. നിങ്ങളുടെ ശുഭഭാവിയെക്കുറിച്ച് എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ഒന്നുകൂടി വായിച്ചു കേൾക്കാം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില നിരൂപണങ്ങളുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ച് ചില സ്കീംസ് ഉണ്ട്, ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് ചില പരിപാടികളുണ്ട്. ദൈവം ചില പരിപാടികൾ നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിൽ നിരൂപിച്ചു കൊണ്ടിരിക്കുകയാണ്. നിത്യനായ ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നമ്മെക്കുറിച്ച് ശുഭകരമായ ചില നിരൂപണങ്ങളുണ്ട്. നിങ്ങൾ തളരരുത്, നിങ്ങൾ വാടരുത്, നിങ്ങൾ മയങ്ങരുത്.
സ്നേഹിതരെ, നിങ്ങൾ വാടിപ്പോകരുത്, നിങ്ങൾ തളർന്ന് വീഴരുത്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് നിങ്ങൾ നോക്കൂ. പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ അവൻ നിങ്ങൾക്ക് വേണ്ടി ശുഭഭാവി ഒരുക്കുന്നുണ്ട്, നല്ല കാലങ്ങൾ ഒരുക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഏലിയാ പ്രവാചകൻ മരിച്ചാൽ കൊള്ളാമെന്ന് ആശിച്ചു. നാം വായിക്കുന്നത് അങ്ങനെയാണ്: ഇപ്പോൾ മതി, യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. സ്നേഹിതരെ, ഏലിയാവ് ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് അന്ന് കർമ്മേലിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ തീ മുകളിലേക്ക് ഉയർത്തി സ്വർഗത്തിലെ തീ ഭൂമിയിലേക്ക് ഇറക്കിയവനാണ് ഏലിയാവ്. പ്രാർത്ഥനയുടെ തീ മുകളിലേക്ക് ഉയർത്തി, പ്രാർത്ഥനയുടെ സുഗന്ധധൂപം മുകളിലേക്ക് ഉയർത്തി, പ്രാർത്ഥനയുടെ നെടുവീർപ്പുകൾ മുകളിലേക്ക് ഉയർത്തി, പ്രാർത്ഥനയുടെ ഏങ്ങലടികൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ തീ ഇറക്കിയവനാണ് ഏലിയാവ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം വായിക്കുന്നത്? ഈ ദൈവപുരുഷനാണ് ഇപ്പോൾ ഒന്നും ചിന്തിക്കാതെ പറയുന്നത് മരിച്ചാൽ മതിയെന്ന്. ഏലിയാവ് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഞാൻ ഈ രാത്രി ഇവിടെ കിടന്ന് മരിച്ചാൽ നാളെ പ്രഭാതത്തിൽ ഇവിടെ ആരും അധികം സഞ്ചരിക്കുന്ന സ്ഥലമല്ല. എന്നാൽ നാളെ ഉച്ച കഴിഞ്ഞ് വെയിലത്ത് വാടിക്കരിഞ്ഞ ഈ മൃതദേഹം ഇവിടെ കിടക്കും. എപ്പോഴോ ആരെങ്കിലും നടന്നു പോയാൽ കാണും ഒരു അനാഥപ്രേതം. ഏതോ ഒരു അനാഥപ്രേതം ഇന്ന സ്ഥലത്ത് വെച്ച് കിട്ടി. അന്വേഷണമായി അപ്പോഴറിയുന്നത് കർമ്മേലിൽ തീയിറക്കിയ ദൈവപുരുഷൻ്റെ അനാഥപ്രേതമാണ് ഇത് എന്ന്. എൻ്റെ സഹോദരങ്ങളെ, കർമ്മേലിൽ തീയിറക്കിയ ദൈവപുരുഷന് വന്നിരിക്കുന്ന അപകടം. ദൈവത്തിന് സ്തോത്രം. ആരോരും നോക്കാനില്ലാതെ, ആരോരും തണലില്ലാതെ, ആരോരും താങ്ങില്ലാതെ ഈ ദൈവപുരുഷൻ ഇവിടെ അനാഥപ്രേതം പോലെ കിടക്കേണ്ടി വരുമോ? ദൈവത്തിന് സ്തോത്രം. ഇല്ല ഏലിയാവേ, ഇല്ല. നിന്നെ അനാഥപ്രേതമാക്കാൻ ദൈവത്തിന് പരിപാടിയില്ല. ആരുമില്ലാത്തവനെ പോലെ നിന്നെ ബേർശേബ മരുഭൂമിയിലെ ഊഷരപ്പറമ്പിൽ നിന്നെ തള്ളിയിടാൻ ദൈവത്തിന് പരിപാടിയില്ല. ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില ശുഭഭാവികളുണ്ട്. നിനക്കിനിയും ബഹുദൂരം യാത്ര ചെയ്യാനുണ്ട്. സഹോദരങ്ങളെ, ആളുകൾ മൂക്കത്ത് വിരൽ വയ്ക്കില്ലേ? ആളുകൾ പരസ്പരം നോക്കുകയില്ലേ? ആളുകൾ കളിയാക്കുകയില്ലേ? കർമ്മേലിൽ ദൈവത്തിൻ്റെ പുരുഷനായി നിന്ന് അത്ഭുതം പ്രവർത്തിച്ച ദൈവപുരുഷൻ, കർമ്മേൽ ഗിരിയുടെ മുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തീയിറക്കിയ ദൈവപുരുഷൻ, അവിടെ വിഗ്രഹാരാധികളെയെല്ലാം തകരുമാറാക്കിയ, നശിപ്പിക്കുമാറാക്കിയ ദൈവപുരുഷൻ ഇപ്പോൾ ഇതാ ആർക്കും വേണ്ടാത്തവനെ പോലെ, ആരും തിരിഞ്ഞു നോക്കാത്തവനെ പോലെ ഈ മരുഭൂമിയിൽ കിടക്കുന്നല്ലോ എന്ന് നിന്നെക്കുറിച്ച് പറയാൻ ഏലിയാവേ ആർക്കും സാധ്യമാകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം എന്ത് ചെയ്തു? ദൈവം തൻ്റെ ദൂതനെ അയച്ചു. ആദി കണ്ടവൻ അവസാനവും കണ്ടിരിക്കുന്നു. ഒന്ന് തളർന്നു എന്നുള്ളത് കൊണ്ട് സ്നേഹിത, ദൈവം നിന്നെ വിട്ടു പോവുകയില്ല. മകളെ, നീ ഒന്ന് വാടിപ്പോയി എന്നുള്ളത് കൊണ്ട്, നിനക്കൊരു ബലഹീനത വന്നു എന്നുള്ളത് കൊണ്ട്, യൗവനക്കാരാ നിനക്കൊരു ക്ഷീണം തോന്നി എന്നുള്ളത് കൊണ്ട്, മകനെ നിനക്കൊരു പിന്മാറ്റം വന്നു എന്നുള്ളത് കൊണ്ട് ദൈവം നിന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല. ദൈവം നിൻ്റെ ആദി കണ്ടതാണെങ്കിൽ നിൻ്റെ അവസാനം അവൻ കണ്ടിരിക്കുന്നു. അവൻ നിന്നെ അവസാനത്തിലേക്ക് എത്തിക്കുവാൻ ബന്ധപ്പെടുന്നു. അവൻ നിനക്ക് നിൻ്റെ ഭാവി കരുതിയിരിക്കുന്നു. നിന്നെ വെറുതെ വിടുവാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. ആരോരും ഇല്ലാത്തവനായി വിടുവാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. ദൈവം തൻ്റെ മാലാഖയെ അയക്കുന്നു. ദൂതൻ വന്ന് ഏലിയാവിനെ വിളിക്കുകയാണ്. വായിക്കാം 5-ാം വാക്യം മുതൽ. അങ്ങനെ അവനൊരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്ന് നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കണ്ടു. നല്ല ചൂടുള്ള അടയിരിക്കുന്നു, നല്ല ശുദ്ധജലമിരിക്കുന്നു. ഇതെങ്ങനെ കിട്ടി? ഏലിയാവ് അമ്പരന്നു. എങ്ങനെ കിട്ടിയെന്നും നോക്കുന്നില്ല. മനസ്സിലെ നിരാശ മാറിയിട്ടില്ല, പേടി മാറിയിട്ടില്ല. ആ പൈശാചിക സ്ത്രീ പറഞ്ഞ വാക്കിൻ്റെ ഭീഷണിയുടെ സ്വരമുള്ളിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ആ ബാധ നീങ്ങിയിട്ടില്ല. ആ ശാപം ഉള്ളിൽ നിന്ന് മാറിയിട്ടില്ല. അതൊരു ബാധ പോലെ ഏലിയാവിനെ വലയം ചെയ്തിരിക്കുകയാണ്. അത് മാറിയിട്ടില്ല. എങ്കിലും എഴുന്നേറ്റ് തിന്നു, കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. അടുത്ത വാക്യം. അവൻ തിന്ന് കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. പ്രിയപ്പെട്ടവരെ, ഒന്ന് എഴുന്നേറ്റു, ഒന്ന് ഉണർന്നു, ഒന്ന് തീരുമാനമെടുത്തു, ഒരു സമർപ്പണം പറഞ്ഞു, പക്ഷേ പിന്നെയും കിടന്നുറങ്ങി.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടുക. അടുത്ത വാക്യം. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിരാശപ്പെട്ടിരിക്കുന്ന ദൈവം ഇതിലെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. രണ്ടാം പ്രാവശ്യം യഹോവയുടെ ദൂതൻ വന്ന് ഏലിയാവിനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ക്ഷീണം പിന്നെയും അകറ്റുകയാണ്. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. മകനെ, നീ ധരിച്ചതുപോലല്ല. നിനക്കിനിയും ശുശ്രൂഷയുണ്ട്, നിനക്കിനിയും നല്ല കാലങ്ങളുണ്ട്. നിന്നെക്കൊണ്ട് ഇനിയും ചില നല്ല കാര്യങ്ങൾ നടക്കാനുണ്ട്. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, നിൻ്റെ നാട്ടിൽ, നിൻ്റെ ദേശത്ത്, നിൻ്റെ ജനങ്ങൾക്ക്, അനേകം പേർക്ക് നിന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ സാധിക്കേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവേ, എഴുന്നേറ്റ് തിന്നുക, ഇവിടെ നിനക്ക് എന്ത് കാര്യം? നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ, ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ദൈവജനമേ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വാക്ക് തറയട്ടെ. ആരും നിരാശപ്പെട്ടിരിക്കരുത്, ആരും തളർന്നിരിക്കരുത്, ആരും മതി മതി എന്ന് പറയരുത്. ഉണ്ട്, നിങ്ങൾക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. വൻവേല നിങ്ങളുടെ മുന്നിലുണ്ട്. വലിയ പ്രതീക്ഷ നിങ്ങളെക്കുറിച്ചുണ്ട്. ഇനിയും വലിയ സാധ്യതകളുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് പ്രാപ്തിയില്ലല്ലോ, എനിക്ക് രോഗമായല്ലോ, എനിക്ക് ആരോഗ്യമില്ലല്ലോ, എനിക്ക് പണമില്ലല്ലോ, എനിക്ക് തൊഴിലില്ലല്ലോ, എനിക്ക് വരുമാനമില്ലല്ലോ, എനിക്ക് ശക്തിയില്ലല്ലോ, എനിക്ക് പിൻബലമില്ലല്ലോ, എന്നെ താങ്ങാൻ ആരുമില്ലല്ലോ. മോനെ, നീ അങ്ങനെ ചിന്തിക്കരുതേ. യൗവനക്കാരാ, നീ അങ്ങനെ ചിന്തിക്കല്ലേ. നിനക്ക് ദൈവമുണ്ട്. ആരുമില്ലെന്ന് കരുതുന്നവന് ദൈവമുണ്ട്. അനാഥർക്ക് താങ്ങായി നാഥനായി ക്രിസ്തു ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിധവയല്ലേ, എനിക്ക് ഭർത്താവില്ലല്ലോ, എൻ്റെ വിവാഹം കഴിഞ്ഞില്ലല്ലോ, അല്ല വിവാഹം കഴിഞ്ഞിട്ടും ഭർത്താവ് മരിച്ചു പോയല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ. കുഞ്ഞേ, നീ അങ്ങനെ ചിന്തിക്കരുത്. യേശു നിനക്ക് നാഥനായിട്ടുണ്ട്. അവൻ നിന്നെ താങ്ങാനുണ്ട്. ആരോരും ഇല്ലാത്തവർക്ക് തുണയായി യേശു ഇതാ വരികയാണ്. അവനാണ് ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി മരിച്ചത്. അവനാണ് ക്രൂശിന്മേൽ തൻ്റെ ജീവരക്തം ഊറ്റിയത്. അവനാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളുടെ അരികത്ത് വന്നിരിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു നിങ്ങളുടെ സമീപത്ത് വന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യം പകരുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾക്ക് ബലം തരികയാണെന്ന് വിശ്വസിക്കൂ. ദൂരയാത്ര ചെയ്യുവാനുള്ള കരുത്ത് തരികയാണെന്ന് വിശ്വസിക്കൂ. ദൂരയാത്ര ചെയ്യുവാൻ ഈ മരുഭൂമിയിൽ കൊണ്ട് തന്നെ ഇനിയും ഓടി ദൂരെ ദൂരെ പോയി നിനക്കിനിയും ശുശ്രൂഷ ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിന്നെ ഉണർത്തുകയാണ് എന്ന് വിശ്വസിക്കൂ. ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരക്തം പുരണ്ട കരം നിങ്ങൾക്ക് ബലം തന്നുകൊണ്ട് നിങ്ങളെ പിടിച്ച് ഉയർത്തുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കൂ. അവൻ്റെ കരം നിങ്ങളെ തലോടും നിങ്ങൾ വിശ്വസിക്കൂ. അവൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ വയ്ക്കുന്നു എന്ന് വിശ്വസിക്കൂ. വിശ്വാസത്തോടെ യേശുവിനോട് നിങ്ങൾക്കിപ്പോൾ പറയാം, യേശുവേ, ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. യേശുവോട് നിങ്ങൾക്ക് പറയാം, യേശുവേ, ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. യേശുവേ, ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. യേശുവിനായി ഹൃദയം തുറക്കൂ. യേശുവിനോട് വാക്ക് പറയൂ. യേശുവിനെ ഹൃദയത്തിലേക്ക് എതിരേറ്റ് യേശുവിനെ സ്വീകരിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാഥനോട് നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, ഞങ്ങളുടെ കരുണയുള്ള കർത്താവേ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ധൈര്യം പകരുന്ന നിത്യനായ ദൈവമേ, ഇപ്പോൾ ഈ വചനം കേട്ട് എല്ലാവരെയും തൊടണമേ, എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, എല്ലാവരെയും ധൈര്യപ്പെടുത്തണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭീതിയിരിക്കുന്നവർക്ക് ധൈര്യവും പ്രത്യാശയും നൽകണമേ, ഭാവിയിൽ അടഞ്ഞു കാണുന്നവർക്ക് പ്രകാശമാനമായ വഴികൾ തുറന്നു കൊടുക്കണമേ. എൻ്റെ നാഥ, വാതിലുകൾ മുന്നിൽ അടഞ്ഞു പോയിരിക്കുന്നവർക്ക് തുറന്ന വാതിലുകൾ കാണിച്ചു കൊടുക്കണമേ, മുന്നോട്ട് ഗതി കൊടുക്കണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.